എല്ലാവർക്കും സ്നേഹപൂർവമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് റാങ്ക് ഹോൾഡേഴ്സിന് മാത്രമല്ല, ഒരു സ്റ്റുഡൻറ് എങ്ങനെ കൺഫ്യൂഷൻ മുതൽ ക്ലാരിറ്റി വരെയായി അവരെങ്ങനെ സക്സസ്സിലോട്ട് എത്തുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ ഇന്ന് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത് കേരളത്തെ അടുത്തറിയുന്ന വിദ്യാർത്ഥികളെ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്ന ഡോക്ടർ അരുൺ എസ് IAS അവറുകളാണ്. സാറിന് ഒരു മുഖവരിയുടെ ആവശ്യമില്ല, നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. വെൽക്കം സാർ ലോജിക് ഫാമിലിയിലേക്ക്. സാർ കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അടുത്തറിയുകയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എത്തുന്ന വിദ്യാർത്ഥികൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ എന്താണ് അവരുടെ സക്സസ്സിൽ ഒന്ന് നമ്മൾ സക്സസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് സക്സസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ ഏതൊരു വ്യക്തിയെയും ജീവിതത്തിൽ എന്താണ് വിജയം എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ഡെഫിനിഷൻ അനുസരിച്ചിരിക്കും. ഫസ്റ്റ് വേണ്ടത് ഏതൊരു സക്സസ്ഫുൾ പേഴ്സൺ എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, എന്താണ് അവരുടെ ജീവിത വിജയം എന്നുള്ളത്. അതിനകത്ത് നിന്നുള്ള ക്ലാരിറ്റിയിൽ നിന്നാണ് പിന്നീട് എല്ലാം തുടങ്ങുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വപ്നം കാണാൻ നമ്മളെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളത്. പക്ഷെ അതിനകത്തൊരു കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ്, സ്വപ്നം കാണുന്നതിനോടൊപ്പം ആ സ്വപ്നത്തിലേക്കുള്ള വഴികളും എന്താണെന്ന് നമ്മൾ അറിയണം. സ്വപ്നം മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സക്സസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ്. രണ്ട്, ഈ സക്സസിലേക്കുള്ള പാത്ത് എന്താണെന്നുള്ളത് ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിക്കും വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും. താൻ എന്തൊക്കെ ചെയ്യണം 1, 2, 3 എന്നുള്ള രീതിയിൽ ഏതൊരു സക്സസ്ഫുൾ വ്യക്തിക്കും വളരെ ക്ലാരിറ്റിയോടുകൂടി അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കും. മൂന്നാമത് ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ ആണ്. ഈ പറയുന്ന പാത്തിലൂടെ അതിന്റെ ഹഡിൽസ് എല്ലാം നേരിട്ടുകൊണ്ട്, വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട്, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ ഒരു പാഷനും വിജയികളായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. 4, എനിക്ക് തോന്നുന്നു ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. അതായത് തന്റെ ശക്തികളിലുള്ള ഒരു ആത്മവിശ്വാസം ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം ഉണ്ടാകും. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും ഈ പറയുന്ന 4 ക്വാളിറ്റീസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. സ്റ്റുഡൻസിന് ഇന്ന് സക്സസിനെ കുറിച്ച് കരുതുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്കൺസെപ്ഷൻ ആണ് ചോദ്യം. എന്താണ് സാറിന് പറയാനുള്ളത്? സ്റ്റുഡൻസിന് പലപ്പോഴും ഈ ഒരു സക്സസിലേക്ക് എത്തുമ്പോൾ ഉള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ ബിഗ് കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഈ ലോകക്രമം മാറുന്നു എന്നുള്ളതാണ്. അതായത് ഏതൊരു മേഖലയിൽ വിജയം എത്തണമെന്നുണ്ടെങ്കിലും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മിസ്കൺസംഷൻ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഈ ലോകത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വിജയം വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ. അതിപ്പോ എന്ത് ചെറിയ ടാസ്ക് ആണെങ്കിലും ശരി, എന്ത് വലിയ ടാസ്ക് ആണെങ്കിലും ശരി, നമ്മുടെ ആ ഒരു വിജയത്തിലേക്ക്, അല്ലെങ്കിൽ വിജയത്തിന് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സക്സസ് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഇപ്പൊ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് സക്സസ് എന്ന് കരുതാറുണ്ട്. അപ്പൊ ആ ജോബിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ മത്സര പരീക്ഷ വിജയിക്കുന്നു, പക്ഷെ അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ കിട്ടിയില്ലെങ്കിൽ അതിനെ സക്സസ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. അവിടെ പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ താൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ആ വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 2 മിസ്കൺസെപ്ഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ. ഒന്ന്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ വിജയം എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാകണം. അതല്ലാതെ കോമൺ ആയിട്ടുള്ള സൊസൈറ്റി ലേബൽ ചെയ്യുന്ന വിജയങ്ങൾ മാത്രമാണ് നമ്മുടെ വിജയം എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, ഈ വിജയത്തിന്റെ വഴിയിൽ നമുക്ക് എതിരാളികളായി നിൽക്കുന്നവരും അല്ലെങ്കിൽ വെല്ലുവിളികളായി നിൽക്കുന്ന കാര്യങ്ങളെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഈ 2 മിസ്കൺസെപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സക്സസിലേക്ക് എത്താൻ പറ്റും. ഈ CA, CMA, UPSC പോലെയുള്ള കോഴ്സുകളൊക്കെ ഒരു വലിയ ജേണിയാണ്. കുറേ വിദ്യാർത്ഥികൾ ആദ്യം ഇതിനോട്ട് ജോയിൻ ചെയ്യും, പക്ഷെ കുറേയേറെ വിദ്യാർത്ഥികളെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ഇത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മുടെ ഈ ഒരു ലോങ് ജേണിയിൽ ഡ്രോപ്പ് ഔട്ട് ആകുന്നതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അപ്പം ഓരോ കാരണവും നമ്മൾ വിശകലനം ചെയ്താലേ അതിനുള്ള പരിഹാരവും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും.
അതിൽ ഒരു കാരണം മെജോറിറ്റി ഓഫ് ദ കുട്ടികൾക്കും സംഭവിക്കുന്നത് ഒരു ലോങ് ജേർണിയിൽ നമ്മൾ ആദ്യമേ തന്നെ എടുത്തു ചാടി നമ്മളെ എനർജി മുഴുവൻ വേസ്റ്റ് ചെയ്ത് നമുക്കിതിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സ്വയം തോന്നി അവസാനിപ്പിക്കുന്ന കുട്ടികളാണ്. അതായത് UPSC ആണ് എനിക്ക് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി പറയാൻ പറ്റുന്നത്. കാരണം UPSC വളരെ ക്വിക്കായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ള ധാരണയിൽ ഒരു പക്ഷേ കുട്ടികൾ ഇതിനകത്തേക്ക് വരും. പ്രിപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം അതിപ്പോൾ ഇതുപോലെയുള്ള കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള പിന്നെ കോഴ്സുകളാണെങ്കിലും ശരി, ഒരു പക്ഷേ പ്രിപ്പറേഷൻ തുടങ്ങും. തുടക്കത്തിലെ ആ ഒരു ആവേശം കുട്ടികൾക്ക് പിന്നീട് കാണണമെന്നില്ല. അവിടെ ആ ഒരു പെർസിവറൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ പെർസിവറൻസ് വരേണ്ടത് ഈ കോഴ്സിനെ പറ്റിയും ഈ പരീക്ഷയെ പറ്റിയും തുടക്കത്തിലെ തന്നെ ഒരു ധാരണയുണ്ടെങ്കിൽ ഈ പരീക്ഷ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു സംഗതിയാണെന്നും അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു സംഗതിയാണെന്നും തുടക്കത്തിലെ ഒരു ധാരണ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അതിൽ നമുക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം കുട്ടികൾ വരുമ്പോൾ ഈ കുട്ടി ഈ കോഴ്സിന് യോജിച്ച ഒരാളാണോ എന്നുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ഒരു പക്ഷേ തുടക്കത്തിൽ ഒരു എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. മറ്റ് ചില കുട്ടികൾ ഇത് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് ഫൈനാൻഷ്യലി ട്രബിൾ ചെയ്യുന്ന കുട്ടികൾ. UPSC പ്രിപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണമെന്നില്ല. ജീവിതത്തിൽ മറ്റ് പല പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്കൊരു പ്ലാൻ ബി എപ്പോഴും വേണം എന്നുള്ളതാണ്. നമ്മളെ ഒരു ലോങ് ഒരു വാറിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ ബി. പഴയ കാലങ്ങളിൽ വലിയ യുദ്ധമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ ധാന്യങ്ങളും അരിയും സാധനങ്ങളും ഒക്കെ സേവ് ചെയ്യും. നമ്മുടെ ആയുധപുരകൾ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതുപോലെ നമ്മളൊരു ലോങ് ജേർണിക്ക് തയ്യാറെടുക്കും. നമുക്കൊരു പ്ലാൻ ബി എപ്പോഴും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കിതൊന്ന് പോസ് ചെയ്ത് വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ ബി വർക്ക്ഔട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ തിരിച്ചു വന്ന് നമുക്കിത് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് മറ്റൊന്ന്. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വപ്നങ്ങൾ മാറിപ്പോകുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമുക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടാകും. പക്ഷെ പകുതി എത്തുമ്പോഴത്തേക്ക് മറ്റു പല കാര്യം ഈ കോഴ്സ് മാറി പഠിക്കുക, അല്ലെങ്കിൽ വേറൊരു കോഴ്സിനാണ് സാധ്യതകൾ കൂടുതൽ, അല്ലെങ്കിൽ അത് പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും, അല്ലെങ്കിൽ അതിനാണ് വരുമാനം കൂടുതലുള്ള ജോലി കിട്ടുന്നത്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മാറിപ്പോവുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവരോടും പറയാനുള്ളത്, അവര് പക്ഷെ ഇങ്ങനെ പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അടുത്തൊരു സ്വപ്നത്തിലേക്ക് എന്നാൽ അതും പകുതി വഴിയിൽ വെച്ച് ചെന്ന് ചിലപ്പോൾ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്കും നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ പറ്റി ഒരു കൃത്യമായ ഒരു ധാരണ, അവരിങ്ങനെ ചാടികളെ പോലെ ഇങ്ങനെ നടക്കാതെ കൃത്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചു നിൽക്കാനുള്ള ഒരു കൃത്യമായ ധാരണ അവർക്ക് വേണം. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് മെജോറിറ്റി നമ്മൾ ഈ ഡ്രോപ്പ് ഔട്ടുകളിൽ കാണുന്ന ഒരു കാര്യം. അതിൽ രണ്ടാമത്തെയും ആദ്യത്തെയും കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവരെ സാമ്പത്തികമായി സഹായിക്കേണ്ടി വരും, സ്കോളർഷിപ്പുകൾ കൊടുക്കേണ്ടി വരും. ആദ്യത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇന്ന് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ഡിഗ്രി ആണോ വേണ്ടത്, അതോ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണോ, അതോ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു കോഴ്സ് ആണോ വേണ്ടതെന്നുള്ളതിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ലോങ് ടൈം സക്സസിനായിട്ട് അപ്പോൾ അവർ ഈ ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകേണ്ടത്? കുട്ടികളുടെ ഈ ഒരു കൺഫ്യൂഷൻ, അവർ ഏത് കോഴ്സ് ജോയിൻ ചെയ്യണം, ഡിഗ്രി കോഴ്സ് വേണോ, പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ വേണോ, അതോ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ വേണോ, ഇത് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടായിരിക്കില്ല ആ ഒരു കോഴ്സ് പഠിക്കുന്നത്. ഒരു ജനറലിസ്റ്റ് ആയിട്ട് ഒരാളെ മാറ്റിയെടുക്കാനായിട്ടായിരിക്കും ആ കോഴ്സിൽ ശ്രമിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ സ്കില്ലും പ്രൊഫഷണലിസവും കൊടുത്താൽ മാത്രമേ അയാൾ ഒരു ജോബിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആകും. എന്നാൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് അങ്ങനെയല്ല. ഇപ്പോൾ MBBS അല്ലെങ്കിൽ LLB എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ജോബ് എൻട്രി അതിനകത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാൾ വളരെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് അവിടെ മാറുന്നത്. അതുപോലെ തന്നെയാണ് സ്കിൽ ബേസ്ഡ് ആയിട്ട്. അപ്പം ഏത് ജോലിക്കും അല്ലെങ്കിൽ ഏതൊരു സ്ട്രീമിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു വ്യക്തി അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ എന്താണോ അയാളുടെ ഒബ്ജക്റ്റീവ്, അതിനനുസരിച്ചിട്ടായിരിക്കണം ഈ പറയുന്ന ഡിഗ്രി കോഴ്സ് വേണോ, പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് വേണോ, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ വേണോ എന്നുള്ളതിന് തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു കാര്യം. പക്ഷെ ഇതിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ഒരു ജനറൽ പാറ്റേണിൽ അല്ലെങ്കിൽ ട്രെൻഡിൽ കുട്ടികൾ പോകാനായിട്ട് പാടില്ല. ഇപ്പോൾ എന്റെ കൂട്ടുകാരൻ പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നു, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരി പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നു, അതുകൊണ്ട് ഞാനും എടുക്കാം. അല്ലെങ്കിൽ എന്റെ അയൽവാസി ഈ ഒരു കോഴ്സ് എടുത്ത് വിജയിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ആ കോഴ്സ് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോകാനായിട്ട് പാടില്ല. അപ്പൊ ഒരു ജനറൽ ട്രെൻഡിൽ ഇപ്പൊ ഒരു 10-20 വർഷം മുന്നേ ആണെങ്കിൽ എഞ്ചിനീയറിംഗിന് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ +2 കഴിയുമ്പോൾ എല്ലാവരും എഞ്ചിനീയറിംഗ് ഓർ മെഡിസിന് കോച്ചിങ്ങിന് പോകുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ട്രെൻഡിൽ പെട്ട് നമ്മുടെ ആ ഒരു വിഷൻ നമ്മൾ മാറ്റിക്കളയരുത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണോ ആഗ്രഹം അതിനനുസരിച്ചുള്ള റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഒരുപാട് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ട്രാപ്പുകളിൽ ചെന്ന് വീഴരുത് എന്നുള്ളതാണ്. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് കാണാം. പക്ഷെ അവരൊക്കെ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് അഷ്യൂർ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളൊരു കോഴ്സ് 6 മാസമോ 1 വർഷമോ പഠിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്കൊരു വിലയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ 1 വർഷം നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ കുട്ടികളോട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏതൊരു കോഴ്സ് എടുക്കുമ്പോഴും അതിന്റെ ക്വാളിറ്റി കൂടി നമ്മൾ അഷ്യൂർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഏതെടുക്കണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരാളെയും അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അയാളുടെ വിഷൻ എന്താണോ, അയാളുടെ ലക്ഷ്യം എന്താണോ, ആ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചെറിയ ദൂരത്തിൽ ഈ ഏത് കോഴ്സ് എടുത്താൽ അയാൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ ആ കോഴ്സ് എടുക്കുക. ക്വാളിഫിക്കേഷനും സ്കിൽസും ബാലൻസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു കാലത്ത് ക്വാളിഫിക്കേഷൻസ് മാത്രമായിരുന്നു നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായതാണോ ജോലിയുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി കിട്ടിയതാണോ ജോലിയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ MBBS ഉള്ള ആളാണോ, നമുക്ക് പഴയ കാലത്ത് ഒരു ഗ്രാമത്തിൽ ചിലപ്പോൾ ഒരു MBBS കാരനൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു 10 വർഷം മുന്നേക്കാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി MS MD ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പേഷ്യൻസിനെ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഡിഗ്രികൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് പേഷ്യന്റ് പോകുന്നെങ്കിൽ നമ്മൾ കൈപുണ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ആ ഡോക്ടറിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അദ്ദേഹം എങ്ങനെയാണ് പേഷ്യന്റുമായിട്ട് ഡീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖല എടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളെയാണ് അവർക്ക് വേണ്ടത്. ഡിഗ്രി വെച്ചിട്ടോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് മാത്രം നോക്കിയിട്ടോ അല്ല ഇന്നത്തെ കാലത്ത് ഒരു ജോബ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ജോബ് കിട്ടാനും ബുദ്ധിമുട്ട്. കാരണം ജോബിന്റെ എണ്ണം കുറവും ആളുകളുടെ എണ്ണം കൂടുതൽ, ആ ഒരു ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും സ്കില്ലിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ അഡീഷണൽ സ്കില്ലിംഗ് ആണ് നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നത്. ഏതൊരു ജോലി എടുത്തു കഴിഞ്ഞാലും എക്സ്ട്രാ സ്കിൽ സെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് എല്ലാ എംപ്ലോയേഴ്സും നോക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കൺവെൻഷണൽ സ്കില്ലിങ്ങുകൾ മാത്രമല്ല, ചിലപ്പോൾ സോഫ്റ്റ് സ്കില്ലുകളായിരിക്കും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉണ്ടോ, എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എംപതി ആയിട്ട് നിൽക്കുന്നുണ്ടോ, കമ്പാഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ സെറ്റായിട്ട് ഇന്ന് ഈ ഏതൊരു ക്വാളിഫിക്കേഷനോടൊപ്പവും ചേർത്ത് വായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ലോകത്തെ ഒരു മത്സരാന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ക്വാളിഫിക്കേഷനേക്കാളും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോടൊപ്പം ഇമ്പോർട്ടൻറ്റ് സ്കില്ലുകൾക്കുമുണ്ട്. ആ സ്കില്ലുകൾ വളർത്തിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഈ ക്വാളിഫിക്കേഷനോടൊപ്പം കുട്ടികൾ നടത്തണം. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു വിദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പാരലലി ആണ് കുട്ടികൾ കോഴ്സുകൾ ചെയ്യുന്നത്. ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾ മറ്റു കോഴ്സുകളും അവർ പഠിക്കും. കാരണം ഡിഗ്രി പഠിച്ചു കഴിയുമ്പോൾ അഡീഷണൽ സ്കിൽ സെറ്റുകൾ അവർ കിട്ടുകയും ഒരു കോമൺ പൂളിൽ അവരുടെ സ്കില്ലുകൾ കൂടുതലായതുകൊണ്ട് അവർ ക്വാളിഫൈഡ് ആയി മാറുകയും ജോലി കിട്ടാനുള്ള സാധ്യതയോ കരിയറിന്റെ ബെറ്റർ ഓപ്ഷൻസ് അവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ ഒരു ട്രെൻഡിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷനോടൊപ്പം നമ്മുടെ ലക്ഷ്യം എന്താണോ അതിന് വേണ്ട സ്കിൽ സെറ്റുകളും നമ്മൾ വളർത്തിയെടുക്കണം. സ്കിൽ സെറ്റുകളുടെ കാര്യം പറയുമ്പോൾ സ്കിൽ സെറ്റ് ഓൾവേസ് ഡൈനാമിക് ആണ്. അതായത് ഓരോ കാലത്തിലും നമുക്ക് വേണ്ട സ്കിൽ സെറ്റുകൾ വളരെ, ഇപ്പോൾ എൻ്റെയൊക്കെ അമ്മയുടെ ഒക്കെ സമയത്താണെങ്കിൽ ടൈപ്പിംഗ്, ഷോർട്ട് ഹാൻഡ് ഒക്കെ ആയിരുന്നു അന്നത്തെ ഒരു അഡീഷണൽ സ്കിൽ സെറ്റ് ആയിട്ട് പറയുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ കോഴ്സുകൾ ചെയ്യാനായിട്ട് പോകുമായിരുന്നു, ഡിപ്ലോമ കോഴ്സുകളൊക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് അത് മാറി. ഇന്ന് AI കോഴ്സുകളും എങ്ങനെ നമുക്ക് പിന്നെ പ്രോഗ്രാമിംഗ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പൊ ഇത് വളരെ ഡൈനാമിക് ആണ്, ഓരോ സെക്ടറിലുള്ള സ്കിൽ സെറ്റുകൾ. അപ്പോൾ ആ കാലത്തിന്റെ അനുസരിച്ച് എന്താണോ ആ കാലം ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ സെറ്റുകൾ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ കുട്ടികളിൽ നിന്ന് വേണമെന്നുള്ളതാണ്.
ഇന്ന് പല സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷനുണ്ട്. അവർക്കൊരു സ്ട്രോങ് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള സ്റ്റുഡൻസിന് സാർ എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്? സ്ട്രോങ് ഫ്യൂച്ചർ ഇത് നമ്മുടെ ആദ്യത്തെ ചോദ്യമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്ന ഒരു ഉത്തരവാണ്. അപ്പോൾ സ്ട്രോങ് ഫ്യൂച്ചർ ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഭാവി എന്തായിരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എഴുതാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അത് മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം നമ്മൾ തന്നെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ അതിലേക്കുള്ള ഒരു ലക്ഷ്യ, ആ ഒരു പാത്ത് വേ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മളൊരു ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു ഐഡിയ വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ഒരു പ്ലാനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി വേണം എന്നുള്ളത്. പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധമേ ഉണ്ടാകുള്ളൂ. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ പലപ്പോഴും ഉഴറിപ്പോകുന്ന കുട്ടികളെ കാണാറുണ്ട്. ഒരു പ്ലാൻ ബി നമുക്ക് തീർച്ചയായിട്ടും വേണം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ മറ്റത് പോയി കഴിഞ്ഞാലും നമ്മുടെ ഫ്യൂച്ചർ സ്ട്രോങ് ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. നാലാമത്തെ കാര്യം, ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കണം, നമുക്കൊരു സപ്പോർട്ടിങ് മെക്കാനിസം നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരിക്കലും ഒരു യുദ്ധം ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, ആരാണെങ്കിലും ശരി, നമ്മൾ തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ നമ്മളെ പിടിച്ചെണീപ്പിക്കാനായിട്ട് നമുക്കൊരു സപ്പോർട്ടിങ് മെക്കാനിസം നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം, ഒരു സ്ട്രോങ് ഫ്യൂച്ചർ. അത് എത്ര പേർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫ്യൂച്ചറിൽ ആരൊക്കെ വേണമെന്നുള്ളത് നമ്മൾ വളരെ ഡിറ്റർമിൻഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീക്ക് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ടീവ് മെക്കാനിസം, അവരും നമ്മുടെ ഫ്യൂച്ചറിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ നമ്മൾ. അതിപ്പോൾ നമ്മുടെ പാരൻസ് ആകാം, നമ്മുടെ സിബ്ലിങ്സ് ആകാം, നമ്മുടെ ഫ്രണ്ട്സ് ആകാം, നമ്മുടെ ടീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭ്യുദയകാംക്ഷികളാകാം. അവരെ എല്ലാം നമ്മുടെ ഭാവിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു റോൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പലപ്പോഴും കാണാനുള്ള നമ്മൾ ഈ സക്സസ്സുകളൊക്കെ കഴിയും, പക്ഷേ നമ്മളെ സഹായിച്ച ആൾക്കാരെ വഴിയിലിട്ടിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. ഒരു ഭാവി എന്താണോ, സുശക്തമായ ഭാവിയിലേക്ക് എത്തുമ്പോൾ വ്യത്യാസം വരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ ജീവിതത്തിലും വ്യത്യാസം ഉണ്ടാകണം. അപ്പോഴേ അതൊരു സ്ട്രോങ് ഫ്യൂച്ചർ ആയിട്ട് മാറും. ആവറേജ് സ്റ്റുഡൻസിനും സക്സസ് നേടാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, ആവറേജ് സ്റ്റുഡൻസിന് സക്സസ് നേടാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ ഒന്ന്, എന്താണ് ആവറേജ് എന്നുള്ളത് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുന്ന ആവറേജ് മാർക്കാണ്. അതായത് +2 ആവറേജ് മാർക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കോളേജിൽ ആവറേജ് മാർക്ക് മാത്രം 50% അല്ലെങ്കിൽ 60% മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പരിഗണിക്കാറുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, ആവറേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഇറ്റ് ഈസ് ഓൾവേസ് കമ്പാരിസൺ ആണ്. നമ്മളെക്കാൾ മികച്ച ഒരു കുട്ടി ഉണ്ടായത് കൊണ്ട് നമ്മൾ ആവറേജിലേക്ക് എത്തി, അല്ലെങ്കിൽ താഴേക്ക് എത്തിയത് കൊണ്ട് നമ്മളെ ആവറേജ് എന്നുള്ള രീതിയിൽ ലേബിൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടത് തന്നെയാണ്. ഇതിനകത്തൊരു ആവറേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവറേജ് സ്റ്റുഡന്റിന് സക്സസ് ആകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ അർത്ഥമില്ല. മറിച്ച് ഏതൊരു സ്റ്റുഡന്റിനും സക്സസ്ഫുൾ ആകാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതിൽ ആദ്യമേ വേണ്ടത് ഈ ഒരു മിഥ്യാധാരണ, അതായത് ഞാൻ പണ്ട് വളരെ മോശമായിരുന്നു പഠിക്കാൻ, ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. പണ്ടത്തെ കാര്യം പണ്ടാണ്, അതിന് നമുക്ക് ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് എങ്ങോട്ട് തിരിയണമെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തി എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ നമുക്കിനി ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ആർജവം കൂടി നമ്മൾ കാണിച്ചാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപ് ചെയ്തു പോയ പെർഫോമൻസ് മോശമായി എന്നുള്ളത് മറന്നുകൊണ്ട്, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഡൗട്ടാണ് അതിൽ നിന്ന് വരുന്ന ഒരു കാര്യം, ആ സെൽഫ് ഡൗട്ടിനെ മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്കുള്ള വഴി വളരെ ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും സക്സസിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആവറേജ് എന്നുള്ള കാര്യം മാറ്റിവെക്കുക, നമ്മൾ മുൻപ് മോശമായിരുന്നു എന്നുള്ള കാര്യം മാറ്റിവെക്കുക, മുൻപ് നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുള്ള സെൽഫ് ഡൗട്ട് മാറ്റിവെക്കുക, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക്. സിൻസിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് പോലും വരുത്തുന്ന ടോപ്പ് മിസ്റ്റേക്ക് എന്താണ് സാർ? 1-2 മിസ്റ്റേക്കുകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത്, ഒന്ന്, നമ്മളിപ്പോൾ ഏതൊരു മത്സര പരീക്ഷ ആയിക്കോട്ടെ, കോഴ്സ് ആയിക്കോട്ടെ, സിൻസിയറിറ്റി അല്ലെങ്കിൽ ഓണസ്റ്റി ഒരു ഘടകമാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്ട്രാറ്റജി വേണം. സിൻസിയറിറ്റി കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരു മത്സരാന്തരീക്ഷമാകുമ്പോൾ എപ്പോഴും മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പെർഫോമൻസ് ചെയ്താലേ നമുക്ക് വിജയിയാകാൻ പറ്റും. അങ്ങനെയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ സിൻസിയറിറ്റിയോടൊപ്പം തന്നെ നമുക്കൊരു സ്ട്രാറ്റജി കൂടി വേണം. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡിമാൻഡ് ഓഫ് ദാറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ദാറ്റ് എക്സാം, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അവബോധം വേണം. അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളത് വേണം. നമുക്ക് എവിടെ നിന്ന് മെന്റർഷിപ്പ് കിട്ടും, എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത്, എന്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, ഇങ്ങനെ നമ്മുടെ ആ ഒരു കോഴ്സിനെ പറ്റിയോ പരീക്ഷയെ പറ്റിയോ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം എന്നുള്ളതാണ് സിൻസിയറിറ്റിയോടൊപ്പം നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ടും സെൽഫ് കോൺഫിഡൻസും തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ്. അതായത് നമുക്ക് ആത്മവിശ്വാസം വേണം, അമിത ആത്മവിശ്വാസത്തിൽ ഓവർ കോൺഫിഡൻസിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. പക്ഷെ അതേസമയം തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടാകാനും പാടില്ല. അതായത് എനിക്കിത് സാധിക്കുമോ എന്നുള്ള ചിന്തയിൽ മാത്രം ഒരു കാര്യം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് സാധിക്കാൻ പോകുന്നില്ല. എനിക്കിത് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരിക്കണം നമ്മൾ ഏതൊരു ടാസ്കും ചെയ്യേണ്ടത്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആണ്, ഇത് എന്നെ കൊണ്ട് വളരെ സില്ലി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഓവർ കോൺഫിഡൻസും പോകാൻ പാടില്ല. അപ്പോൾ ഒരു സെൽഫ് ഡൗട്ടും സെൽഫ് കോൺഫിഡൻസും തമ്മിലുള്ള ഒരു ബാലൻസിങ് ഈ സിൻസിയറിറ്റിയോടൊപ്പം നമുക്ക് വേണം. ഈ രണ്ട് കാര്യങ്ങൾ, സ്ട്രാറ്റജിയും സെൽഫ് കോൺഫിഡൻസ് ബാർ സെൽഫ് ഡൗട്ടിന്റെ ഒരു ബാലൻസിങ്ങും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിൻസിയർ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ഏതൊരു കടമ്പയും കടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ടോപ്പ് മിസ്റ്റേക്ക് ആയിട്ട് ഈ ഓവർ കോൺഫിഡൻസ് ആണോ നമുക്ക് പറയാനുള്ളത് ഒരു സിൻസിയർ ആയിട്ടുള്ള സ്റ്റുഡൻസിന്? ഓവർ കോൺഫിഡൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിമാൻഡ് ഓഫ് ദി എക്സാം അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ദി കോഴ്സ് മനസ്സിലാക്കാതിരിക്കുന്നതും ഒരു വലിയ പ്രശ്നമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സിൻസിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയുടെ മെജോറിറ്റി ഓഫ് മിസ്റ്റേക്സുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു 17-20 വയസ്സ് ഏജ് ഗ്രൂപ്പിലുള്ളവര് അവോയ്ഡ് ചെയ്യേണ്ട ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണ്? ഓക്കെ, ഒരു 17-20 വയസ്സിലുള്ള കുട്ടികൾ വരുത്തുന്ന ഒരു അഡോളസെന്റ് ഏജിന്റെ ടുവേഴ്സ് ദ എൻഡ് ആണ് അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അവർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ഒരു ഏജ് ഗ്രൂപ്പിന്റെ പ്രത്യേകത വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ക്ലാരിറ്റിയാണ് അവർക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം. അതായത് അവരുടെ ഭാവിയിൽ 20 വയസ്സിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 40-ാമത്തെ വയസ്സിൽ അവരെന്തായി തീരണം എന്നുള്ള ഒരു ക്ലാരിറ്റി അവർക്ക് വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ ക്ലാരിറ്റി പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കാറില്ല. നമ്മുടെ കുട്ടികൾ എന്തായി തീരണമെന്ന് ചിന്തിക്കുന്നത് മേ ബി ഒരു 20കളുടെ അവസാനത്തായിരിക്കും, ഒരു 30ലേക്ക് എത്തുമ്പോഴായിരിക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. ആ ഒരു സാധനം ഏർലി ആയിട്ട് തന്നെ ചെയ്യാമെങ്കിൽ നമുക്ക് 10 വർഷം നമുക്ക് എക്സ്ട്രാ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ഒരു ജേർണിക്ക് വേണ്ടി കിട്ടുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു കാര്യം ഡൈനാമിക് ആയിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഡൈനാമിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ചാടി വേറെ സ്ഥലത്തേക്ക് പോകുക, അങ്ങനെ. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, 10ാം ക്ലാസ് കഴിയുന്നു, ചിലപ്പോൾ +1 പോയിട്ടുണ്ടാകും, ഡ്രോപ്പ് ചെയ്യുന്നു, ഡിപ്ലോമയ്ക്ക് പോകുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, വേറെ സ്ഥലത്തേക്ക് പോകുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, പിന്നെ കോച്ചിങ്ങിന് ഏതെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് പ്രിപ്പറേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക, ആ ക്ലാരിറ്റിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവുക. 3, കുട്ടികളോട്, പ്രത്യേകിച്ച് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ സംഭവിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതായത് ഈ ഗ്രൂപ്പുകാർക്ക് കുറച്ച് ഓവർ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, എനർജി കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു പ്രായമായിരിക്കില്ല അത്. പക്ഷേ ഉപദേശങ്ങൾ അതേപടി സ്വീകരിക്കണമെന്ന് പറയില്ല. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ റെഡി ആവുക. അത് അവരുടെ പാരന്റ്സ് ആകാം, മറ്റുള്ള ഇതേ വഴി കൂടി കടന്നുപോയി തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ച ആൾക്കാരാകാം. അവർ പറയുന്നത് കേൾക്കാനും അതിൽ ശരിയോ തെറ്റോ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പേഷ്യൻസ്, ഒരു ക്ഷമ നമ്മുടെ കുട്ടികൾ കാണിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുന്നേ നടന്നു പോയ ആളുകൾ വരുത്തിവെച്ച മിസ്റ്റേക്കുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ മിസ്റ്റേക്ക് കണ്ടതിന് ശേഷവും നമ്മൾ അതേ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നെ നമുക്ക് പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അതേ വഴിയിലൂടെ നടന്നുപോയ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ആർജവം, ഒരു ക്ഷമ നമ്മുടെ കുട്ടികൾ ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കേട്ടതിന് ശേഷം ശരിയോ തെറ്റോ അവര് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകട്ടെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആളുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ 20 to 30 വയസ്സിന്റെ തുടക്കത്തിൽ തന്നെ അവരുടെ ജീവിതം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതിനെ പറ്റി അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും. അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും. മുൻപ് ഇതേ വഴിയിൽ നടന്ന ആളുകൾ വരുത്തിവെച്ച തെറ്റുകൾ അവോയ്ഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു കഴിവും അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് തിരക്കിനിടയിലും സാറ്
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. ലോജിക്കിന്റെ 21st ആനിവേഴ്സറിയും റാങ്ക് ഹോൾഡേഴ്സിനെയും അതുപോലെ തന്നെ 600-ലധികം വിന്നേഴ്സിനെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഇന്ന് ഒരുപാട് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രചോദനമാണ് സാറ്. കാരണം സാറിന്റെ വാക്കുകളും സാറിന്റെ സോഷ്യൽ മീഡിയയും എല്ലാം ഇന്ന് ഒരുപാട് പേര് നോക്കുന്ന ഒന്നാണ്. അപ്പോൾ സാറിനെ അതിഥിയായി കിട്ടിയതിലും അതോടൊപ്പം നമ്മുടെ സ്റ്റുഡൻസിനോട് ഇത്രയും നേരം സംസാരിച്ചതിലുമുള്ള നന്ദിയും സ്നേഹവും പറഞ്ഞാൽ തീരില്ല. എന്നിരുന്നാലും ലോജിക്കിന് വേണ്ടി എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.